കെപിസിസി നേതൃമാറ്റം ഉറപ്പിച്ച കോൺഗ്രസ് ഹൈക്കമാൻഡ്. അധ്യക്ഷൻ കെ സുധാകരനെ ഉടൻ മാറ്റാനാണ് തീരുമാനം. ആന്റണി കെപിസിസി അധ്യക്ഷനാകുമെന്നാണ് സൂചന. ബെന്നി ബെഹനാൻ, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവരെയും അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. അതേസമയം പുനഃസംഘടനാ വാർത്തകൾ തള്ളി കെ സുധാകരൻ രംഗത്തെത്തി. ബീഹാറിലെയും മഹാരാഷ്ട്രയിലെയും അധ്യക്ഷന്മാരെ മാറ്റിയതിനു പിന്നാലെയാണ് കേരളത്തിലും ഹൈക്കമാൻഡ് നേതൃമാറ്റത്തിന് തയ്യാറെടുക്കുന്നത്. കെപിസിസി അധ്യക്ഷൻ കെ സുധാകരനെ മാറ്റി പകരം ആന്റണിയെ നിയമിക്കാനാണ് നീക്കം. നിലവിലെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങൾ അടിസ്ഥാനമാക്കിയാണ് തീരുമാനം. മുൻ UDF കൺവീനർ ബെന്നി ബെഹനാൻ, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവരും സാധ്യതാ പട്ടികയിലുണ്ട്. UDF കൺവീനർ MM ഹസനെയും മാറ്റും. പകരം മുതിർന്ന നേതാക്കളെയാണ് പരിഗണിക്കുന്നത്. അതേസമയം നേതൃമാറ്റത്തെ എതിർത്ത കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ തന്നെ രംഗത്തെത്തി. നല്ലതാണ് DCC പ്രസിഡന്റുമാർക്ക് കുറച്ചും കൂടി അധികാരം കൊടുത്താലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ കുറേയും കൂടെ കൺട്രോൾ വരും, താഴെത്തട്ടിൽ കൺട്രോൾ വരും. അതല്ലെങ്കിൽ പിന്നെ KPCC നിലവിലുണ്ടേ. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മുന്നേറ്റമുണ്ടാക്കാൻ നേതൃമാറ്റം അനിവാര്യമാണെന്ന് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നു. ഊർജ്ജസ്വലരായ നേതാക്കൾ പാർട്ടിയെ നയിക്കണമെന്നാണ് നിലപാട്. സംസ്ഥാനത്ത് BJP ക്രൈസ്തവ വിഭാഗത്തെ ചേർത്തു നിർത്താൻ ശ്രമിക്കുന്നതും ഹൈക്കമാൻഡിനെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ക്രൈസ്തവ വോട്ട് ബാങ്കിൽ വിള്ളൽ വീണാൽ തിരിച്ചടിയാകുമെന്നാണ് ഭയം. ഈ സാഹചര്യത്തിലാണ് ക്രൈസ്തവ വിഭാഗത്തെ വിശ്വാസത്തിലെടുത്ത് പുനഃസംഘടന പൂർത്തിയാക്കാൻ നീക്കം നടത്തുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.